ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നുള്ളത് തട്ടുകട എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് ഫാം ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു കൗ ക്രഷറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മൾ കൗ ക്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അടിയിലോട്ട് കുഴിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ അടിയിൽ ഇങ്ങനെ ബ്ലോക്ക് വെച്ചേക്കില്ല. അപ്പോൾ അടിയിലോട്ട് കുഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മേലോട്ട് ബ്ലോക്ക് വെച്ചുകൊണ്ടാണ്. അപ്പോൾ 3x3 ബ്ലോക്ക് ആദ്യം വെക്കണം. അപ്പോൾ അത് വെക്കാം. ഈ സൈഡിൽ 3x3 ബ്ലോക്ക്, ഇവിടെ 3 ബ്ലോക്ക്. എന്നിട്ട് നമ്മൾ പൊക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മേലോട്ട് പൊക്കാം, ഒരു ബ്ലോക്ക് പൊക്കി വെക്കാം. അപ്പോൾ കറക്റ്റ് നമ്മൾ കുഴിച്ച് നിൽക്കണമായിരിക്കും നിൽക്കുമല്ലോ. എന്നിട്ട് ഇവിടെ ചുറ്റിനും നമ്മൾ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യണതാണ്. ചുറ്റിനും ബ്ലോക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് കയറാൻ വേണ്ടി ഒരു തൽക്കാലത്തിന് സ്റ്റെയർ മാർക്ക് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഇവിടെ ഉള്ളിലൊരു ചെസ്റ്റ് വെക്കണം. നടുക്കൊരു ഡബിൾ ചെസ്റ്റ് വെക്കണം. ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ വെക്കാം. ഞാനെപ്പോഴും ഒന്ന് സ്നീക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇനി ആക്സൊക്കെ പൊട്ടാനായി. ആക്സ് എടുത്തൊന്ന് മുറിച്ച് വീണ്ടും വെക്കാം. ആക്സ് എടുത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ 2 ഹോപ്പർ വെക്കേണ്ടതാണ്. 3 ഹോപ്പർ വെക്കണം, 3-4 ഹോപ്പർ. അപ്പോൾ നമ്മൾ അതും കൂടി വെക്കുന്നതാണ്. 3 ഹോപ്പർ മതി, കാരണം നേരെ നമുക്ക് കണക്ട് ചെയ്യണമല്ലോ. എന്നിട്ട് പിന്നെന്താ, ഞാനിവിടെ വെച്ച് തെറ്റി എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് സൈഡിൽ വെച്ചതിന് ശേഷമാണ് വെക്കേണ്ടി തോന്നുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കാം നമുക്ക്. സൈഡിലാണ് തോന്നുന്നത്. ആ സൈഡിലാണ് ഞാൻ വീഡിയോ ഒക്കെയൊക്കെ കണ്ടത്. അപ്പോൾ ഈ സൈഡിൽ വെക്കേണ്ടതാണ്. ഒരു ബ്ലോക്ക് 4 ബ്ലോക്ക് അങ്ങനെ വെച്ചതിന് ശേഷം സെയിം അതേമാതിരിക്ക് ഈ സൈഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെക്കണം. അപ്പോൾ സാൻഡ് നമ്മളെ കയ്യിലില്ല, അതിന് സാൻഡ് എടുക്കാൻ പോകണം. എന്നിട്ടിത് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഹോപ്പർ വെച്ചതിന് ശേഷം ചെയ്യണം. ഇതിങ്ങനെയല്ല, അവിടെ ഡ്രോപ്പർ വെക്കണം. ഡ്രോപ്പർ വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു. വീണ്ടും പൊട്ടിച്ച് ഇവിടെ ഒരു ബ്ലോക്ക് പൊന്തിച്ചതിന് ശേഷം ആ സൈഡിൽ നമ്മളൊരു ഡ്രോപ്പർ വെക്കേണ്ടതാണ്. ഇത് വെച്ച് ഞാൻ പൊട്ടിച്ച് കുറേ വീണ്ടും വെച്ച്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ലൈക്കും സബും കമൻറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി ചെയ്യുക. പിന്നെ ഇന്നെന്താ കൈ കൊണ്ട് കളിക്കുന്ന വെച്ചാൽ, ഇവിടെ ബഗ് അടിച്ച് പോയി. ഇവിടെ ചെസ്റ്റ് കാണാനില്ല, ഇവിടെ പോയി ബഗ് അടിച്ച് പോയി. കയ്യിലുണ്ടോ? ഒന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റ് പോയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്നെന്താ കൈ കൊണ്ട് കളിക്കുന്ന വെച്ചാൽ ഫോൺ ചാർജില്ല വയസ്സ്, അതുകൊണ്ടാണ്. അപ്പോൾ ചെസ്റ്റ് ഒന്നുണ്ട്. ആ ചെസ്റ്റ് വെച്ചതിന് ശേഷം ബാക്കി അടുത്ത ചെസ്റ്റ് വരെ കൊണ്ടുപോകണം. അങ്ങനെ ബഗ്ഗുകളാണ്. പിന്നെ അടുത്ത ചെസ്റ്റ് കൊണ്ടുപോകണം. കുഴപ്പമുണ്ടോ? ഓപ്പണിൽ കയറിക്കണമെന്നും അറിയില്ല. ചെസ്റ്റ് അത് പണിയാണ്. കയ്യിലൊന്നുമില്ല. ചെസ്റ്റ് ഇവിടെ പോയാവോ? ചെസ്റ്റ് എന്തൊക്കെയാ ബഗ്ഗുകളാണ്. അപ്പോൾ ഇനി ഇവിടെ വെക്കണം. സൈൻ ബോർഡ് വെക്കണം 3 അതാദ്യം വെക്കട്ടെ. കുറേ നേരം ഇത് വെക്കാൻ നോക്കുന്നു. 1 2 ഇങ്ങോട്ട് അറിയാതെ ക്ലിക്ക് ചെയ്യുന്നു. 2 3. അപ്പോൾ കറക്റ്റായി. ഇനി അവിടെ ഇത് മുട്ടിക്കണം. അത് ചെയ്യണം. അവിടെ ഇതിൻ്റെ കൂടെ ഗ്ലാസ് വെക്കണം. ഇനി സാൻഡ് കൊണ്ടുവരണം. പിന്നെ ബാക്കി നോക്കാം. ഈ ലാഗ് കൊണ്ടാണോ അറിയില്ല. നമുക്ക് റീജോയിൻ ചെയ്ത് നോക്കാം. നല്ല കുഴപ്പമൊന്നും കാണാനില്ല. റീജോയിൻ ചെയ്തിട്ടും കാണാനില്ല. അപ്പം സെർവർ ബഗ്ഗാണ്. സെർവർ എന്തോ ബഗ്ഗടിച്ച് പോയി. നമ്മളെന്തോ ചെയ്തപ്പോൾ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രോപ്പർ വെക്കണം. ഇനി ഡ്രോപ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഡ്രോപ്പർ കയ്യിലില്ല. അപ്പോൾ ഡ്രോപ്പർ കൊണ്ടുവരാൻ പോകണം. ഡ്രോപ്പർ എടുത്തതിന് ശേഷം ഡ്രോപ്പർ അവിടെ വെക്കണം. എന്നിട്ട് ബാക്കി പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും പണി നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. അതായത് നമ്മളിവിടെ സ്റ്റെയർ കേസ് ആയിരിക്കും ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ഭയങ്കര ലാഗ്. ഇവിടെ ഒരു ഡ്രോപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട്
ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അവിടെ മൂടി വെച്ചേക്കുവാണ്. ഇതിൽ ഷീപ്സിനെ കൊടുന്നിടണം. ഷീപ്സ് അല്ല, കൗവിനെ കൊടുന്നിടണം. ഷീപ്സ് ആണെങ്കിൽ ഷീപ്സ് ഏതാണെങ്കിലും നമുക്കിടാം. എന്നിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം അവിടെ ആ ബ്ലോക്ക് വെച്ചില്ലേ, പൊട്ടിച്ചതിൻ്റെ ശേഷം അവിടെ വീണ്ടും തന്നെ വെക്കണം, സൈൻ ബോർഡ് വെക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിലോട്ട് ചാടും. ഇനി വീറ്റ് അവിടെ വെച്ചായിരുന്നു, കുറച്ച് ബ്ലോക്ക് എടുക്കാം. വീറ്റ് അവിടെ വെച്ചായിരുന്നു, അത് എടുക്കണം. കാരണം നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് ലഭിച്ചിട്ടുള്ളൂ, അത് ചാടാതിരിക്കാൻ വേണ്ടി 2 ബ്ലോക്ക് വെക്കണം. ഷീപ്സില്ലേ ഇത് ചാടില്ലേ, അതുകൊണ്ട് ഉണ്ടോ ഇവിടെ 2 ബ്ലോക്ക് 1 ബ്ലോക്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ കൗവോ ഷീപ്പോ എന്തായാലും ചാവില്ല. ഇപ്പോൾ നമ്മൾ കൗ ക്രഷറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൗവിൻ്റെ ഒരു ഷീപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ കൗവ് ഇടുന്നത്. അപ്പോൾ ഇനി ലാവ കൊണ്ടുവരണം. ലാവ കയ്യിലില്ല, ലാവ ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ലാവ ഒഴിച്ചിട്ട് വേണം ഷീപ്സിനെ കൊണ്ടുവരാൻ. അല്ലേ വേണ്ട, ഷീപ്സിനെ ആദ്യം കൊണ്ടുവരാം. അപ്പോൾ വീറ്റ് കയ്യിലുണ്ടായിരുന്നു, ഇവിടെ വെച്ച് ഇത് ജസ്റ്റ് ഞാൻ വീറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലാണോ ഇതല്ല, ഇവിടെയാണോ, ഇവിടെയല്ല, ഇവിടെയല്ല, ഇവിടെ ഉണ്ട് 39 വീറ്റ് ഉണ്ട്. ഇതുകൊണ്ട് മതിയാവും തോന്നുന്നു. അപ്പോൾ ഇവിടെ 2 എണ്ണത്തിന് വെക്കണം, ബാക്കി 2 നമുക്ക് കൊണ്ടിടാം. എന്താണ് നമുക്ക് എന്തായാലും എല്ലാം വരട്ടാതെ 2 നിൽക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും കാട്ടില്ല. 2 മാത്രം വരും, 2 4 നമുക്ക് 2 മതി. 2 ഇട്ടതിൻ്റെ ശേഷം ബാക്കി മെല്ലെ നമുക്ക് കയ്യിൽ നിന്ന് മാറ്റാണ്ട് അതിനെ തള്ളിടാം. സുഖമായിരുന്നു, 2 മാത്രം മതി. ഇനി ആദ്യം പോയി തള്ളിയിടത്തേക്ക് പിന്നെ ബ്രീഡ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് തള്ളിടാം 1 2 ഇപ്പം 2 ഇത് നമുക്ക് ആദ്യം തന്നെ ബ്രീഡ് ചെയ്യാം. ഇനി തന്നെ വെച്ച് ബ്രീഡ് ചെയ്യണമെങ്കിൽ അവിടെ ബ്ലോക്ക് വെച്ചാൽ നമുക്ക് പിന്നെ ബ്രീഡ് ചെയ്താലും മതി. അപ്പോൾ ഇതിനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിടാം. ഇനി നമുക്ക് വലിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി വലിയ പണിയില്ലത് എന്താ വെച്ചാൽ ഗ്ലാസ് പൊട്ടിച്ചതിന് ശേഷം അവിടെ നമുക്ക് നെയിം ബോർഡ് ഒക്കെ വേണം. പിന്നെ അതാണ് കുറച്ച് റിസ്ക്കിയുള്ള പണി, അതാണ്, വേറെ പണികളൊന്നുമില്ല. പിന്നെ ലാവ കൊടുത്തിടണം. അപ്പോൾ ഇതിനാദ്യം ഒന്ന് ബ്രീഡ് ചെയ്യണോ, ചെയ്ത് വെച്ചേക്കാം. അത് വലുതാവട്ടെ. ഓൾറെഡി ബ്രീഡ് ആയതുകൊണ്ട് ഇനി ആവുന്നില്ല, ഒന്നും ടൈം എടുക്കും അടുത്തതിന്. എന്തായാലും ഈ വീറ്റ് മൊത്തം ഈ കുട്ടീനെ കൊടുത്താൽ വലുതാവും അറിയില്ല. അപ്പോൾ കൊടുക്കാം, വലുതായാൽ മതിയായിരുന്നു. 20 വീറ്റായി, 19. ഇത് മൊത്തം തിന്ന്, എന്നിട്ടൊന്നും കിട്ടിയില്ല. അത് വലുതായില്ല, എത്രങ്ങാനും വീറ്റ് എന്നിട്ടും വലുതായില്ല. എന്തോടെ തീറ്റപ്പുണ്ടാകും. നമുക്ക് ഇനിയുള്ള പണിയാണ് ഇത് പൊട്ടിച്ച്, ഗ്ലാസ് പൊട്ടിച്ച് നമുക്ക് വീണ്ടും ഇത് വെക്കേണ്ടതാണ്. നെയിം ബോർഡ് അവിടെ വെക്കണം, സൈൻ ബോർഡ്. അപ്പോൾ അത് പൊട്ടിച്ച് പെട്ടെന്ന് ചെയ്യണത്. ഒന്ന് വെച്ച്, പക്ഷേ കുട്ടി ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ അങ്ങോട്ട് തള്ളിയിടാം. അവിടെ വലുതായി. ഇന്ന് ലാഭ വെച്ചത് ചാവേണ്ടതാണ്. അടുത്തത് ചെയ്യണം നമുക്ക്. അതേമാതിരിക്കും ഇങ്ങനെ 3 വെക്കണം. അപ്പോൾ ഇത് 3 പൊട്ടിച്ചാണ്ട് വീണ്ടും പിന്നെ വെക്കണം. പൊട്ടിച്ചാൽ എന്നിട്ട് വെക്കാം. ഇങ്ങനെ എല്ലാം വരണ്ടേ, നേരെ തിരിച്ചാ വരണ്ടേ. ഇത് പൊന്തി അവിടെ വെക്കണം. എന്നിട്ട് അവിടെ തന്നെ 2 കൂടി വെക്കണം. സ്നേക്ക് ചെയ്തിരുന്ന് വെക്കണം. അത് തിരിച്ചാണോ വരണ്ടേ? ഇതിപ്പോൾ പണിയല്ലോ. ഈ കവ് ഇവിടുന്ന് മാറിക്കണേ കറക്റ്റ് വെക്കായിരുന്നേനെ. ഇതിനിപ്പോൾ അതിൻ്റെ മുകളിൽ പൊട്ടിച്ചതിനെ കിട്ടുമോ? അതിനെ അടിച്ച് കൊല്ലാം, അത് നടക്കുള്ളൂ. അതിനെ കൊന്ന് ആ സൈൻ ബോർഡ് പൊട്ടിച്ചതിൻ്റെ ശേഷം വെക്കാം. പൊട്ടിക്കണം, ആ ഗ്ലാസ് പൊട്ടിക്കണം. ഇനി അവിടെ വെക്കാം, അവിടെ വെച്ചാൽ വർക്കാവും. അപ്പോൾ വെള്ളം മൊത്തം പോയി വീണ്ടും പണി. അപ്പോൾ പാളി ഇനി ജസ്റ്റ് എടുക്കണ്ടേ, ജസ്റ്റ് ഇവിടെ ജസ്റ്റ് എടുത്തതിന് ശേഷം നെയിം ബോർഡ് തിരിച്ചെടുക്കണം. വീണ്ടും വെക്കണം. സ്നേക്ക് ചെയ്ത് അവിടെ ഒന്ന് വെക്കുക. ഇനി ഇതും ഒന്നും കൂടിയുള്ളൂ. ഇത് പൊട്ടിക്കണം.
ഇത് പൊട്ടിക്കണം. കറക്റ്റ് ഒരു ഗ്ലാസ് കൂടി ഉണ്ട് നമ്മളെ കയ്യിൽ ബാക്കി. പക്ഷേ ഇത് വെക്കാൻ പറ്റുന്നില്ല. ഇത് പൊട്ടിക്കാം. ഇവിടെ ഒന്നും കൂടി വെച്ചതിന് ശേഷം അതുകൂടി വെച്ച് നമ്മൾ പണി തീർന്നു. ഇനി ഇവിടെ എല്ലാം പയമരക്ക് വെച്ചതിന് ശേഷം ഇത് പൊട്ടിക്കണം. എന്നിട്ട് ഇവിടെ ഗ്ലാസ് വെച്ചതിന് ശേഷം കൗ ക്രഷർ റെഡി. ഞാൻ അവിടെ ബ്രീഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ലാവ് ഒഴിക്കണം. ലാവ് ഉടന്നിട്ടില്ല, ഇനി ലാവ് എടുത്ത് തരണം. ലാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് കഴിഞ്ഞാൽ കൗ ക്രഷർ റെഡി. അപ്പം ഇനി ഇവിടെ ഒന്ന് ബ്രീഡ് ചെയ്യുമ്പോൾ ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സ്ലാബ് വെച്ച് മൂടുന്നതാണ്. അതാകുമ്പോൾ നമ്മൾ വീഴത്തില്ലല്ലോ, അതായത് ഇങ്ങനെ അങ്ങോട്ട് ചാടത്തില്ല. അതുകൊണ്ട് ഇവിടെ സ്ലാബ് വെച്ച് മൂടാം. അതേമാതിരി ഇവിടെ മൊത്തം സ്ലാബ് വെച്ച് മൂടേണ്ടതാണ്. ഒരു 3x3 ബ്ലോക്കായിട്ട് സ്ലാബ് വെച്ച് മൂടിയിട്ടാണ്. അതേത് സ്ലാബായാലും മതി. അപ്പം ഇനി ഇങ്ങോട്ട് വീഴത്തില്ല, നമ്മളിങ്ങനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം ഇനി ഇവിടെ ലാഡർ വെക്കണം, കാരണം മേലോട്ട് കയറിയിട്ടുണ്ട്. അത് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വെച്ചോണ്ടി. അപ്പോൾ ഒരിടന്ന് ഇങ്ങനെ ചാടിച്ചാവുമെങ്കിൽ ചത്തോളൂ. എനിക്ക് ലൈഫില്ലായിരുന്നു, വീടിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ചാടിച്ചാവുന്ന സാധനമൊക്കെ കയ്യിലോട്ട് എടുത്ത്. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ് ഫ്രോഡി.